ശുഭ നായറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതെല്ലാം നിരത്തി വെച്ചേക്കുന്നത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഒരു മേക്കപ്പ് വീഡിയോ ആണെന്ന് മനസ്സിലായി കാണും അല്ലേ. നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രഞ്ജുമാറിൻ്റെ പുതിയ അപ്ഡേറ്റൊക്കെ അടങ്ങിയ പുതിയ മേക്കപ്പ് ക്ലാസ്സിനൊക്കെ പോയതിന് ശേഷം പുതിയ മേക്കപ്പ് കിറ്റുകൾ വാങ്ങിച്ചതിന് ശേഷം കിട്ടുന്ന ആ ഫാസ്റ്റ് മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ നൈറ്റ് മേക്കപ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനോടനുബന്ധിച്ച്, അതായത് നൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാം എന്നോടനുബന്ധിച്ച് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ PSCൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ നല്ല ഒരു സുന്ദര മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് ഇടുമ്പോൾ തന്നെ ഡ്രൈ സ്കിന്നും എല്ലാ സ്കിന്നുകാർക്കും പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ മോയ്സ്ചറൈസർ. പക്ഷേ വിലയ്ക്കനുസരിച്ച് ഇതിനകത്തൊന്നും ഇല്ലെന്നേ ഉള്ളൂ. കൂടുതലും ഗ്യാസ് പോലെ നമ്മൾ കുറച്ചേ ഉള്ളൂ അതിനകത്ത് സാധനങ്ങൾ. പിന്നെ രണ്ടാമത് നമ്മൾ ഐക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു നൈറ്റ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് മോളിട്ടേക്കുന്ന ഈ ഡ്രസ്സിൻ്റെ അതേ ഐ ഷാഡോ ഇട്ട് കൊടുക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രൈമർ ഇട്ട് കൊടുത്തു. നമ്മളിവിടെ ഷുഗറിൻ്റെ പ്രൈമറാണ് ഇട്ട് കൊടുത്തത്. പ്രൈമറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബേസാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ കൺസീൽ കൊടുക്കാൻ പോവാണ്. കൺസീലും ബേസും കൂടെ ഒന്നിച്ചുള്ള ഒരു ജെല്ല് പോലത്തെ ഒരു പ്രൈമറാണ് ആദ്യം ഇട്ട് കൊടുത്തത്. രണ്ടാമത് നമ്മൾ PCയുടെ ഐ ഷാഡോ ഇട്ട് കൊടുക്കുവാണ്. അത് ഞാൻ ഈ ഒരു ഡ്രസ്സിന് ചേരുന്ന ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ മോടെ കണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉരുണ്ട് വലുപ്പമുള്ള കണ്ണുകളായിരുന്നേ. അപ്പം കണ്ണുകൾക്ക് നല്ല ഒരു മേക്കപ്പ് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഐ ജെല്ലും കൊണ്ടാണ് പുറമേ എഴുതി കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് വരച്ച് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. കാരണം നൈറ്റല്ലേ, നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നതിനായിട്ട് കണ്ണിനെ നല്ല ആകർഷകമാക്കിയിട്ടുണ്ട് കേട്ടോ. താഴെ നമ്മൾ കാജലും കൊണ്ടാണ് എഴുതി കൊടുക്കുന്നത്. നമ്മുടെ സാധാ കാജലല്ല, നമ്മളിങ്ങനെ നമുക്ക് വെട്ടിയൊക്കെ ഉപയോഗിക്കാൻ വീണ്ടും കേട്ടോ. അങ്ങനെയുള്ള ബ്രൗണും ഉണ്ടായിരുന്നു, ബ്ലാക്കും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. മേളിൽ ഞാൻ ബ്ലാക്ക് കൊണ്ട് എഴുതി കൊടുത്തു. അടിയിൽ അകത്ത് ഞാൻ ബ്ലാക്ക് കൊണ്ട് എഴുതി കൊടുത്തു. പുറമെ ആ ബ്രൗണ് കൊണ്ട് ഒരു ചെറിയ ഷെയ്ഡ് കൊടുത്ത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് വിട്ട് കേട്ടോ. അപ്പോൾ കണ്ണ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ മേബിലിൻ്റെ മസ്കാര കൊണ്ടാണ് ലാഷസ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത്. ഐലാഷസ് വെക്കേണ്ട ഒരാവശ്യവുമില്ല, അതുപോലെ നന്നായിട്ട് ലാഷസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ വിരൽ കൊണ്ടൊന്ന് സപ്പോർട്ട് കൊടുത്ത് നമ്മളിങ്ങനെ മസ്കാര ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണേലൊന്നും പടരാതെ നല്ല സൂപ്പറായിട്ടിരിക്കും. കണ്ണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ണ്. പിന്നെ നമ്മൾ പ്രൈമർ ഇട്ട് കൊടുത്തു. നമ്മൾ പ്രൈമർ ഇട്ട് കൊടുത്തിട്ട് വേണമല്ലോ പിന്നെ ബാക്കി നമുക്ക് ഫൗണ്ടേഷനും കാര്യങ്ങളും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുത്തത്. സെക്കൻഡ് നമ്മൾ പ്രൈമർ ഇട്ട് കൊടുത്തു. ഫോറെവറിൻ്റെ പ്രൈമറാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ മാക്കിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫൗണ്ടേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് ഗ്ലോ വരുന്ന പോലെ അപ്പം ഫസ്റ്റ് നമ്മൾ ജെല്ലടങ്ങിയ മോയ്സ്ചറൈസറുമാണ് പ്രൈമറുമാണ് ഇട്ട് കൊടുത്തത്. അപ്പം കുറച്ച് ഡ്രൈ സ്കിൻ ആയിട്ടിരിക്കുന്നവർക്ക് കുറച്ചൊക്കെ ഒരു ഗ്ലോ വരാൻ വേണ്ടി നമ്മൾ ജെല്ലടങ്ങിയ പ്രൈമറും മോയ്സ്ചറൈസറും ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മാക്കിൻ്റെ ഫൗണ്ടേഷനും കൂടെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ കൺസീലർ എടുക്കേണ്ട ആവശ്യമേ എനിക്ക് വന്നില്ല. പ്രത്യേകിച്ച് നൈറ്റ് പാർട്ടിയൊക്കെ അല്ലേ, അതുകൊണ്ട് മുഖത്ത് ഒരു കറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് കൺസീൽ ചെയ്യേണ്ട യാതൊരു ആവശ്യവും വന്നില്ല. മാക്കിൻ്റെ ഈ ഫൗണ്ടേഷൻ കൊണ്ട് തന്നെ പരിപൂർണമായിട്ടും സ്കിന്നിന് നല്ല ഗ്ലോയും നല്ല കളറും, അതായത് മോൾക്ക് ചേരുന്ന തരത്തിലുള്ള കളറും വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് എല്ലാം ഞാൻ ബനാന പൗഡർ എടുത്ത് വെറുതെ എല്ലാവിടെ അതായത് ലൂസ് പൗഡർ, കോമ്പാക്റ്റ് അല്ല കേട്ടോ,
എടുത്ത് വെറുതെ ഒന്ന്, പിന്നെ ഇടയ്ക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ, സെറ്റിംഗ് സ്പ്രേ കൊണ്ട്, അത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഇനി നമുക്ക് ഐബ്രോസിലോട്ട് കടക്കുവാണ്. ഞാനിവിടെ ഐബ്രോസ് നമ്മുടെ സൂപ്പർ ബ്രൗൺ എന്നും പറഞ്ഞുള്ള PSCയുടെ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഒരു നല്ല ഒരു പൗഡർ ഐബ്രോ പാലറ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് നമുക്ക്, അതായത് ഈ ഒരു പുരികം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ എടുത്തതിൻ്റെ ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നു. മോള് പാർലറിലൊന്നും പോയി എടുത്തതല്ല, അവിടെ അടുത്തുള്ള വീട്ടിലുള്ള ആരാണ്ടോ കൊണ്ട് എടുപ്പിച്ചതാ, ബാക്കി മേക്കപ്പ് ചെയ്യുന്നവർ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ വരയ്ക്കുന്ന ഈ പുരികത്തിന് ഒരുപാട് അപാകതകളുണ്ടായിരുന്നു. ഫസ്റ്റ് എങ്ങനെയൊക്കെയോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി വെക്കാമെന്ന് കരുതി, പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ നല്ല ഭംഗിയാക്കി, രണ്ടും ഒരേ നല്ല വീതിയിലും നീളത്തിലും എല്ലാം നല്ല ഭംഗിയാക്കി കൊടുത്തു. എന്നിട്ട് നമ്മുടെ കണ്ണിനും ഐബ്രോസിനും ഒക്കെ കൊടുക്കുന്ന കൺസീലും കൊണ്ട് എല്ലാം ഒന്ന് ശരിയാക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് പുരികങ്ങൾ തമ്മിൽ ഞാൻ വരച്ച് വെച്ച് ഭംഗിയാക്കിയതാണ്. അതായത് തുടക്കത്തിലൊന്നും ഒന്നുമില്ലായിരുന്നു. പിന്നെ മോക്ക് ഒരു കാര്യം ചെന്നപ്പോഴേ പറഞ്ഞു, പൊട്ടും വേണ്ട മാലയും വേണ്ടാന്ന്. അപ്പോൾ നെറ്റിച്ചുട്ടി കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയ നെറ്റിച്ചുട്ടിയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ. പക്ഷേ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരുപാട് പാടുപെട്ടു. അവിടെ ഒരു കുറച്ച് സമയം നമുക്ക് പോയി കേട്ടോ. പക്ഷെ ഇത്രയും വലിയ നെറ്റിച്ചുട്ടി നമ്മൾ മുടിയിലോട്ട് എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ നെറ്റിച്ചുട്ടി ആദ്യം നമ്മൾ വേണ്ടാന്നുള്ള ഒരു രീതി ആയതുകൊണ്ട് ഞാൻ നൂലും കാര്യങ്ങളും ഒന്നും എടുത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു പ്രശ്നമായി. എങ്കിലും കുഴപ്പമില്ല. ഞാൻ ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നേരെ ഇങ്ങനെ ഇത് പകർപ്പെടുത്തിട്ട് ക്രിമ്പ് ചെയ്തിട്ട് നമ്മൾ രണ്ട് സൈഡും അഴിച്ചിട്ടിട്ട്, ഇത് നന്നായിട്ട് ക്രിമ്പ് ചെയ്തിട്ട് രണ്ട് സൈഡും അഴിച്ചിട്ടിട്ട് ആ നെറ്റിച്ചുട്ടി എങ്ങനെയെങ്കിലും വെക്കാവോ നോക്കി. പക്ഷേ നടന്നില്ല. പക്ഷെ നമ്മൾ ഇത് കണ്ടോ നെറ്റിച്ചുട്ടിയുടെ വലിപ്പം. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഷുഗറിൻ്റെ ആകട്ടോ, അത് ഇട്ട് കൊടുത്തു. പിന്നെ നെറ്റിച്ചുട്ടി മാത്രം കുറേ വലിപ്പമായതും കൊണ്ട് പിന്നെ ഞാൻ മുടി സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് തിരിച്ചിട്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. മുടിയുടെ ബായ്ക്ക് ഇങ്ങനെയാണ് ബായ്ക്ക്, അടിയിൽ യു ആണ്. പിന്നെ നമ്മൾ കുറച്ച് ക്രിമ്പ് ചെയ്ത് വെച്ചു. പിന്നെ താഴെ കേളി ചെയ്യാവുന്നോർത്തോണ്ട് കേളിങ് മെഷീനൊക്കെ കൊണ്ടുപോയി. പക്ഷേ സമയം കിട്ടിയില്ല. അപ്പോൾ സമയം കിട്ടിയില്ലെന്നല്ല, അതിൻ്റെ ആവശ്യം ഉണ്ടെന്നും തോന്നിയില്ല. കാരണം മേള് മുഴുവൻ നമ്മൾ ക്രിമ്പ് ചെയ്തു. പിന്നെ ഒരു പൊട്ടും കൂടെ കുത്തിയിരുന്ന നല്ല സൂപ്പറായേനേയും. പക്ഷേ മോള് സമ്മതിക്കത്തില്ല, പൊട്ട് വേണ്ട മാല വേണ്ട ഇതായിരുന്നു. പിന്നെ ഒരു അരപ്പട്ട വെച്ചിട്ടുണ്ട്. പിന്നെ കമ്മലും നെറ്റിച്ചുട്ടി ഭയങ്കര നല്ല വലുപ്പത്തിലാക്കി. മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. നല്ല സൂപ്പറായിട്ട് ആ പുരികം അത്രയും ഭംഗിയാക്കി എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് എനിക്ക് മനസ്സിൽ സന്തോഷം തോന്നി. പിന്നെ കുഞ്ഞു ചുണ്ടായതും കൊണ്ട് കുറച്ചൊന്ന് വരച്ച് കൊടുത്തു. മേൽചുണ്ടും ഒന്ന് വരച്ച് കൊടുത്തു, താഴെ ഒന്ന് വരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുവാണ്. നമുക്ക് ഇനിയും നല്ല 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 ബ്രൈഡ്സ് ബുക്ക് ചെയ്യാനായിട്ടുള്ള എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ 9656987843. അപ്പോൾ ബൈ.